Hello friends, welcome to the channel. Now, we will discuss how to use the credit card wisely. That is, our credit card is correct to be used. That is, credit card is correct to be used. Best benefit is bad to be used. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് എന്താ? നോർമലി ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാർഡ് ഫോമിൽ തരുന്ന ഒരു ലോൺ എന്ന് വേണമെങ്കിൽ തന്നെ കറക്റ്റ് ലോൺ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്ന് വെച്ചാൽ ഇതിൽ ആക്ച്വലി നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് തരുന്നത് നമ്മുടെ ഒരു എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് തരുന്ന ഒരു ലോണാണ്. പക്ഷേ നമുക്ക് നോർമൽ തരുന്ന ലോണും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഒരു റെക്കറിങ് മോഡലാണ്. അതായത് നമുക്ക് ഒരു മാസം ആവശ്യമുള്ള എമൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ എമൗണ്ട് തിരിച്ചടച്ച് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ആ ലിമിറ്റ് ഫുൾ യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഓരോ മാസം ഇത് എന്താ പറയുക നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്യൂ ചെയ്ത അതേ എമൗണ്ടിലേക്ക് തിരിച്ചത്. അതായത് ബാക്കിയുള്ള ലോൺ ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പതുക്കെ അടച്ച് തീർക്കുകയാണ്. ഇതങ്ങനെയല്ല. നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ആ തന്നേക്കുന്ന ലിമിറ്റ് ഫുള്ള് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം, കുറച്ച് ആ മാസത്തിൽ അതിൻ്റെ പകുതി വേണമെങ്കിൽ ഉപയോഗിക്കാം, അത് പിന്നെ ഉപയോഗിച്ചിട്ട് തിരിച്ചടയ്ക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഏതൊരു ക്യാഷ് ഉണ്ടായിരിക്കും. അതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കയ്യിൽ ഇപ്പോൾ അക്കൗണ്ടിൽ കാശ് ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സാധനം നോർമലി 99% എല്ലായിടത്തും അക്സെപ്റ്റഡ് ആണ്. അത് വിഷയം വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കോൾ വന്നാണ് കേട്ടോ, അതാണ് ഇടയിൽ വെച്ച് കട്ടായത്. അപ്പോൾ നമുക്കറിയാം എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. നമുക്ക് നോർമലി ഇൻ്റർനാഷണലി അടക്കം അക്സെപ്റ്റഡ് ആണ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകൾ എന്താ വെച്ചാൽ, നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാം. ക്രെഡിറ്റ് കാർഡിന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് ഉണ്ട്, അതുപോലെ ഡ്യൂ ഡേറ്റ് ഉണ്ട്. നമുക്ക് മാസത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ 20 ദിവസം ഡ്യൂ ഡേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഡ്യൂ ഡേറ്റിന് 2-3 ദിവസം മുമ്പ് തന്നെ ബില്ലടച്ച് ഫുൾ തീർക്കാൻ നോക്കുക. അതായത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുമ്പോൾ നമുക്ക് ടോട്ടൽ ഡ്യൂ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും, അതുപോലെ തന്നെ മിനിമം ഡ്യൂ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഈ മിനിമം ഡ്യൂ എമൗണ്ട് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് പെടരുത്. അത് ആക്ച്വലി ബാങ്കിൻ്റെ ഒരു ട്രാപ്പ് എന്ന് വേണമെങ്കിൽ പറയുന്നത് വെച്ചാൽ അവർക്ക് ലാഭം കിട്ടാനുള്ള ഒരു പരിപാടിയാണ്. നോർമലി നമ്മുടെ ടോട്ടൽ എമൗണ്ട് യൂസറിൻ്റെ 5% ആയിരിക്കും നമ്മുടെ ഈ മിനിമം ഡ്യൂ എമൗണ്ട് വരിക. അപ്പോൾ ഈ മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? 5% ആയിരിക്കും, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ബാക്കിയുള്ള 95% നമുക്ക് ഡെയിലി ഇൻട്രസ്റ്റ് വരും. 3% ഇൻട്രസ്റ്റ് വരും ഡെയിലി. അത് ഡെയിലി നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ ആ സ്പെൻഡ് ചെയ്ത എമൗണ്ട് അവിടെ എത്തും. അപ്പോൾ അവിടെ തന്നെ വേറെ സർവീസ് ചാർജും എക്സ്ട്രാ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫുൾ എപ്പോഴും ടോട്ടൽ എമൗണ്ട് ഡ്യൂ എപ്പോഴും അടയ്ക്കുക. അതായത് ഡ്യൂ ഡേറ്റിന് മുമ്പ് എപ്പോഴും കാർഡ് ഉപയോഗിച്ചിട്ട് അത് ഫുൾ അടയ്ക്കുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ വരുന്നത് EMI ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് ഒരേ മാസത്തിൽ അടച്ച് പോയി തീർക്കുക. പക്ഷേ ഒരിക്കലും നിങ്ങൾ മിനിമം എമൗണ്ട് ഡ്യൂ അടയ്ക്കാൻ നിൽക്കരുത്. അതായത് അത് ശരിക്കും നല്ല പണിയാണ്. അതായത് ശരിക്കും നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴി വരെ എത്തിക്കുക ഈ സാധനം. എന്ന് വെച്ചാൽ പെട്ടെന്നാണ് നമ്മുടെ ലിമിറ്റ് കഴിഞ്ഞ് പോയി ഈ ഡെയിലി ഇൻട്രസ്റ്റ് കയറുമ്പോൾ. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അടയ്ക്കാൻ നോക്കി കഴിഞ്ഞാലും ഡെയിലി അടച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം അത് ഓൾറെഡി ആ ദിവസത്തെ ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഭയങ്കര പുലിവാലാണ്. പിന്നെ അത് ക്ലോസ് ചെയ്യാനും സംഭവങ്ങളൊക്കെ കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്തിട്ട് ആകെ പുലിവാലാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കേണ്ട സംഭവമാണ് നമ്മുടെ മിനിമം ഡ്യൂ ഒരിക്കലും അടയ്ക്കരുത്. അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റിന് മുമ്പ് എപ്പോഴും നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഫുൾ അടച്ച് തീർക്കുക കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ എന്താ പറയുക, ഈ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ. അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ക്രെഡിറ്റ് കാർഡ് നമുക്കൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും. ആ ലിമിറ്റിൽ നമുക്ക് 100% ഒരിക്കലും ഉപയോഗിക്കരുത്. ഇപ്പോൾ നോർമലി സാധാരണ ആൾക്കാരെ എന്താ ചെയ്യുന്നത്, നമുക്ക് ഒരു ലിമിറ്റ് കിട്ടി, ഒരു 1 ലക്ഷം ലിമിറ്റ് കിട്ടി വിചാരിക്കുക, അപ്പം തന്നെ പോയിട്ട് എന്തെങ്കിലും അത് ഫുൾ പൊട്ടിക്കുകയായിരിക്കും. അതായത് 1 ലക്ഷത്തിനും ഷോപ്പിംഗ് ചെയ്യും, എന്നിട്ട് അത് EMI കൺവേർട്ട് ചെയ്തിട്ട് പതുക്കെ അടച്ച് തീർത്തിയാൽ മതിയല്ലോ. അതാണ് നോർമലി എല്ലാവരും ചെയ്യുക. നോർമലി ഒരു 70-60% എല്ലാവരും ഇങ്ങനെ ചെയ്യുക. അപ്പോൾ വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും, ഫോണും അതുപോലെ തന്നെ ലാപ്ടോപ്പും സംഭവങ്ങളൊക്കെ വാങ്ങിക്കും. അപ്പോൾ അതങ്ങനെ ചെയ്യരുത്. എന്ന് വെച്ചാൽ അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോർ ഭയങ്കരമായിട്ട് കുറഞ്ഞു എല്ലാ മാസം. അതായത് നമ്മുടെ സിബിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് ബ്യൂറോൻ്റെ ഇതനുസരിച്ചിട്ട് നമ്മുടെ എന്താ പറയുക യൂട്ടിലൈസേഷൻ റേഷ്യോ നമുക്ക് എപ്പോഴും 30-40% താഴെ വരണം. അതായത് ഇപ്പോൾ 1 ലക്ഷം ആണെങ്കിൽ മാസത്തിൽ നിങ്ങൾ ഒരു 30-40 മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. 30,000-40,000 മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോർ കുറയും. അപ്പോൾ ഇതൊരു വലിയൊരു പോയിന്റാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഈ 2-3 പോയിന്റൊക്കെ മെയിനായിട്ട് സംഭവങ്ങളുള്ളൂ. നിങ്ങളത് കറക്റ്റായിട്ട് നോക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് അതിൻ്റെ ബെനിഫിറ്റും അതുപോലെ തന്നെ ക്യാഷ് ബാക്കും കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഓൺലൈനായാലും ഓഫ്ലൈനായാലും എപ്പോഴും ഓഫർ കിട്ടുന്നൊരു സാധനമാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട്സും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സിനിമ ടിക്കറ്റ് വാങ്ങിക്കാൻ പോയാൽ തന്നെ നമുക്ക് അവിടെ ഓഫറാണ് ക്രെഡിറ്റ് കാർഡിനെങ്കിൽ. അപ്പോൾ 1 buy 1 get 1 അങ്ങനെ കുറേ ഓഫേഴ്സ് നമുക്ക് ക്രെഡിറ്റ് കാർഡിനെങ്കിൽ നമുക്ക് കിട്ടും.
അപ്പോൾ അങ്ങനത്തെ ബെനിഫിറ്റൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാർഡ് ബ്ലോക്ക് ആവും. പിന്നെ നിങ്ങൾക്ക് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് കാർഡോ വേറെ ബാങ്കോ ലോൺസും കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. സിബിലും അതുപോലെ തന്നെ എന്താ പറയുക ക്രെഡിറ്റ് സ്കോറൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൊല്ലങ്ങൾക്ക് നിങ്ങൾക്ക് ലോണോ ക്രെഡിറ്റ് കാർഡോ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇത് മെയിനായിട്ടൊരു സംഭവമാണ് ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. കുറേ പേർക്ക് ഇത് ചുമ്മാ ഒരു കളിക്കുന്ന ഒരു സാധനമാണ് വിചാരം. പക്ഷേ ഇത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും. പ്രത്യേകിച്ച് ഒരു കോളേജൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇഷ്ടം പോലെ ലോണിൻ്റെ ഒക്കെ ആവശ്യം വരും. അതായത് എഡ്യൂക്കേഷൻ ലോൺ വരും, ഹോം ലോൺ വരും, കാർ ലോൺ വരും, ഒന്നും കിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര ഹൈ ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കും, ഭയങ്കര ലോ സിബിൽ സ്കോറൊക്കെ ആണെങ്കിൽ. അപ്പോൾ കറക്റ്റായിട്ട് ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിബിൽ സ്കോറും കൂട്ടാം, നിങ്ങൾക്ക് ലിമിറ്റും കൂട്ടാം. അതായത് കറക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ അവർ നമ്മുടെ ലിമിറ്റും കൂടി തരും. ഒരു നോർമലി 8 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിമിറ്റ് കൂടി തരും. അപ്പോൾ കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റും കൂട്ടാം, നമുക്ക് ബെനിഫിറ്റ്സ് കൊടുക്കാം, ക്യാഷ് ബാക്കും കിട്ടും, അതുപോലെ തന്നെ പോയിന്റ്സ് എക്സ്ട്രാ കിട്ടും. അങ്ങനെ കുറേ ബെനിഫിറ്റ് നമുക്ക് ആക്ച്വലി കിട്ടും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കുക, കറക്റ്റായിട്ട് എന്താ പറയുക അടിച്ചു പൊളിച്ച് ജീവിക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ളൊരു ഗുണം. അതിൻ്റെ ഡൗൺ സൈഡും ഇഷ്ടംപോലെ ഉണ്ട്. കാരണം നോർമൽ നമുക്ക് ബെനിഫിറ്റ് ഉള്ള പോലെ തന്നെ എല്ലാത്തിനും ഉണ്ടാവില്ല ഒരു ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കോൺ എന്ന് വേണമെങ്കിൽ പറഞ്ഞ പോലെ. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ അത് ഏത് സാധനം ആയാലും അതിന് നല്ലതും ഉണ്ടാവും പൊട്ടവും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ലതും മാത്രം നോക്കി എടുത്ത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് പോവാം. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സംഭവം കിട്ടുന്ന സാധനമാണ്, അല്ലെങ്കിൽ നല്ല പണിയാണ്. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. നമ്മുടെ മെയിൻ ചാനൽ കാണാത്തവർ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.